സ്ത്രീകളിൽ കോമൺലി കാണുന്ന ഒരു മോണയുടെ രോഗമാണ് ജിഞ്ചേവൽ ഹൈപ്പർപ്ലേഷ്യ. അതായത് നമ്മുടെ മോണ വളരെയധികം കൂടുതലായിട്ട് വളർന്നു വരിക എന്നുള്ളൊരു പ്രതിഭാസം. എന്താണ് അതിന് കാരണം? അതിന് കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ BP ഉള്ള പേഷ്യൻസിന് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഗുളിക കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആന്റി കൺവൾസൻസ്, ഫെലിറ്റോയിൻ സോഡിയം പോലുള്ള ആന്റി കൺവൾസൻസ് കഴിക്കുന്നതായിരിക്കും, അതല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ സമയത്ത്, അതല്ലെങ്കിൽ പ്യൂബർട്ടിയുടെ സമയത്ത്, അതായത് ഹോർമോണൽ വ്യതിയാനം വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മോണ വളരെയധികം ഗ്രോ ചെയ്ത് ഹൈപ്പർപ്ലേഷ്യ എന്നുള്ള കണ്ടീഷനിലേക്ക് എത്താം. മോണ വളരെയധികം വളർന്നു വന്ന് നമ്മുടെ പല്ലുകൾ കാണുന്നതിന്റെ അളവ് കുറവായിരിക്കും. ഇതിനെ എങ്ങനെയാണ് സർജിക്കലി നമ്മൾ മാനേജ് ചെയ്യുക? അത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സർജിക്കലി അത് എക്സസ് ആയിട്ടുള്ള മോണ കട്ട് ചെയ്ത് കളയേണ്ടി വരും, അതല്ലെങ്കിൽ ലേസർ ചികിത്സയിലൂടെ ആ മോണ കട്ട് ചെയ്ത് കളയേണ്ടി വരും. ഇനി എന്തെങ്കിലും മെഡിസിൻ ഇൻഡ്യൂസ്ഡ് ആയത് മെഡിക്കലി നമ്മളിപ്പോൾ പറഞ്ഞ കഴിക്കുന്ന ഏതെങ്കിലും മരുന്നുകൾ കാരണം ഈ ജിഞ്ചേവൽ ഹൈപ്പർപ്ലേഷ്യ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മരുന്നുകൾക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വേറെ ഇതുപോലെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാത്ത മരുന്നുകൾ കഴിച്ച് അത് കറക്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ മോണരോഗം, അതായത് നമ്മൾ പല്ലുകൾ ക്ലീൻ ചെയ്യാതിരിക്കുന്നത് മൂലവും ഈ മോണയുടെ ഗ്രോത്ത് കൂടി വന്ന് ഹൈപ്പർപ്ലേഷ്യ ഉണ്ടാവാറുണ്ട്. സർജിക്കൽ മാനേജ്മെന്റ് ആണ് അതിന്റെ ഓപ്ഷൻ.